ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഐഫോൺ എല്ലാം സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാറുണ്ട്. ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ക്യാമറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫേസ് ഐ ഡിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ സ്പീക്കറിന് പ്രോബ്ലം ഉണ്ടോ, ഇനി ടച്ച് വർക്കാകുന്നില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്, പലരും ഈ ഒരു കാര്യം അവരുടെ ഐഫോണിൽ ചെക്ക് ചെയ്യാറില്ല. അതിനാൽ തന്നെ ഇനി സെക്കൻഡ് ഹാൻഡ് ഫോണെല്ലാം എടുക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം എന്നല്ലേ, നമ്മൾ വാങ്ങാൻ പോകുന്ന ഐഫോൺ ഇത് വാട്ടർ ഡാമേജ് എല്ലാം വന്നിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് സിം ട്രേ എല്ലാം ഉള്ള ഐഫോണിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതിനായി നിങ്ങൾ സിം ഇജക്ഷൻ ടൂൾ എല്ലാം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു ഐഫോണിൽ ഈ ഒരു സിം ട്രേ എല്ലാം തന്നെ ഇജക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് കറക്റ്റായി ഒരു ടോർച്ച് എല്ലാം അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ സൈഡിലായി ഒരു വൈറ്റ് കളർ എല്ലാം വന്നിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ലിക്വിഡ് കോണ്ടാക്ട് ഇൻഡിക്കേറ്റർ എന്നത്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് കോണ്ടാക്ട് ഇൻഡിക്കേറ്റർ എല്ലാം തന്നെ വൈറ്റ് കളറിലാണ് കാണിക്കുന്നത് എങ്കിൽ ഇതിൽ വാട്ടർ ഡാമേജ് ഒന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ഒരു ലിക്വിഡ് കോണ്ടാക്ട് ഇൻഡിക്കേറ്ററിന്റെ കളർ എല്ലാം മാറി ഇത് റെഡ് കളറിലേക്ക് അല്ലെങ്കിൽ പിങ്ക് കളറിലേക്കെല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വാട്ടർ ഡാമേജ് എല്ലാം സംഭവിച്ചിട്ടുണ്ട് നേരത്തെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ തന്നെ ഇനി നിങ്ങൾ ഇതുപോലെ ഐഫോൺ എല്ലാം സെക്കൻഡ് ഹാൻഡ് എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ സിം എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ എല്ലാം ആണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ ഒട്ടുമിക്ക പേർക്കും അറിയാത്ത കാര്യമായിരിക്കും. അതിനാൽ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്